കാലം മറക്കാൻ നോക്കിയാലും ഒരു ചെറു വേദനയോടുകൂടി തെളിഞ്ഞു വരുന്ന ഫുട്ബോൾ ഇതിഹാസം. സാക്ഷാൽ മെസ്സിയും റൊണാൾഡോയും ഒരാളോട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മുതലിനോടാണ്. അദ്ദേഹം കടന്നുപോയ ആരും പറയാത്ത ഒരു കഥയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ആ AC മിലാൻ്റെ പ്രതിഭാസമായിരുന്ന റിക്കാർഡോ കക്കയുടെ. രണ്ടായിരത്തി 2010 വേൾഡ് കപ്പ് കാലം ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു പേരുകളിൽ ഒന്നായിരുന്നു റിക്കാർഡോ കാക്ക. അതിൻ്റെ കാരണമന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് 7 വർഷം പുറകോട്ട് പോകേണ്ടി വരും. കക്കയുടെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു തൻ്റെ 18ാം വയസ്സിൽ സാവോപോളോയിൽ നടന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈനൽ. സാവോപോളോ ബദ്ധവൈരികളായ ബൊട്ടാഫോഗോയോട് 0-1 പിന്നിട്ടു നിൽക്കുന്ന സമയം. കളി തീരാൻ നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ സാവോപോളോയുടെ മാനേജർ നടത്തിയ പല സബ്സ്റ്റിറ്റ്യൂഷനുകളിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പിന്നീട് ചരിത്രമായി മാറി. സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം വെറും 2 മിനിറ്റുകൾ മാത്രം മതിയായിരുന്നുള്ളൂ കക്കയ്ക്ക് 2 ഗോളുകൾ അടിച്ചു കയറ്റുവാൻ. അങ്ങനെ സാവോപോളോയെ ആ കപ്പിൽ മുത്തമിടിക്കുകയും ചെയ്തു കക്ഷി. ആ സീസണിൽ മൊത്തത്തിൽ പിന്നീട് അദ്ദേഹം 10 ഗോളുകൾ അടിച്ച് തൻ്റെ വരവറിയിച്ചു. തൻ്റെ ബുദ്ധിയും വേഗതയും കൊണ്ട് ഏത് പ്രതിരോധ കോട്ടയെയും അനായാസം കീഴടക്കുന്നവനെ യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളും നോട്ടമിട്ടിരുന്നു. അങ്ങനെ 2013 AC മിലാൻ 8.5 മില്യൺ യൂറോയ്ക്ക് ഈ താരോദയത്തെ സൈൻ ചെയ്തു. Here comes another Brazilian move. It's Kaká. It's terrific. കക്ക എതിർ ടീമിലുണ്ടെങ്കിൽ യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളുടെയും മുട്ടിടിച്ചിരുന്ന സമയമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. കാർലോസ് ആൻസലോട്ടി എന്ന ചാണക്യൻ്റെ കീഴിൽ ആരെയും വീഴ്ത്താൻ കെൽപ്പുള്ള ഒരു ടീമായി AC മിലാൻ മാറിയ സമയങ്ങൾ. സാൻസിറോ എന്ന സ്റ്റേഡിയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പല മാനേജർമാരുടെയും നെഞ്ചിടിപ്പ് കൂടിയിരുന്നുവെന്ന് പിന്നീട് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടായിരത്തി 2007 UEFA ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ റോമയെ 7-1 തകർത്തെറിഞ്ഞു വന്ന സർ അലക്സ് ഫർഗൂസൻ്റെ ചുവന്ന ചെകുത്താന്മാരെ 2 പാദങ്ങളിലുമായി 3 മിന്നും ഗോളുകൾ അടിച്ച് ഞെട്ടിച്ച ഇവനെ ആരും മറക്കുകയില്ല. ആ UCL റൊണാൾഡീഞ്ഞോയും മെസ്സിയും അടങ്ങുന്ന ബാഴ്സലോണയെ ഞെട്ടിച്ചു വന്ന ലിവർപൂളിനെ ഫൈനലിൽ 2-1 മുട്ടുകുത്തിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ AC മിലാനെ എത്തിച്ചു ഈ കക്ഷി. ആ സീസണിൽ അദ്ദേഹം അൺബീറ്റബിളായിരുന്നു. കക്ക എന്ന മിലാൻ്റെ പ്ലേമേക്കർ 10 ഗോളുകളാണ് ആ UCL അടിച്ചുകൂട്ടിയത്. കാർലോസ് ആൻസലോട്ടി എന്ന മാനേജർ കക്കയെ ശരിക്കും ജല്ലിക്കെട്ടിലെ പോത്തിനെ എന്ന പോലെ ആ മൈതാനങ്ങളിൽ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു ആ സീസണുകളിൽ. ആ വർഷം സാക്ഷാൽ ലയണൽ മെസ്സിയെയും ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ഏകദേശം 160-ൽ പരം പോയിന്റുകൾ എന്ന ഉയർന്ന മാർജിനിൽ കാഴ്ചക്കാരാക്കിയിട്ടുണ്ട് ഈ കക്ഷി. കക്ക ആ കാലഘട്ടത്തിലെ കാൽപന്ത് ലോകത്തെ രാജാവായിരുന്നുവെന്ന് നിസ്സംശയം നമുക്ക് പറയാം. എത്ര വിലയിരുത്തും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിനെ തങ്ങളുടെ ടീമിലെത്തിക്കുക എന്നായിരുന്നു 2008-2009 മാഞ്ചസ്റ്റർ സിറ്റിയെ വാങ്ങിച്ച ബിസിനസ് ടൈക്കൂണായിരുന്ന ഷെയ്ഖ് മൻസൂറിൻ്റെ ലക്ഷ്യം. ഇത് കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയ AC മിലാൻ ക്ലബ് ഡയറക്ടേഴ്സ്. AC മിലാൻ വിടാൻ താല്പര്യമില്ലാത്ത കളിക്കാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതായിരുന്നു AC മിലാൻ്റെ ചരിത്രം.
എന്നാൽ ക്ലബിനെ മെച്ചപ്പെടുത്താൻ കിട്ടിയ ഈ അവസരം നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ലായിരുന്നു. കക്കയെ ഫോണിൽ വിളിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുമായി സാലറി നെഗോസിയേഷൻ തുടങ്ങിക്കോളാൻ അവർ അറിയിക്കുകയും ചെയ്തു. സിറ്റി കക്കയ്ക്ക് കൊടുത്ത ഓഫർ എന്ന് പറയുന്നത് 5 ലക്ഷം യൂറോയായിരുന്നു. ഏകദേശം 5 കോടി രൂപ ഇന്ത്യൻ റുപ്പി പെർ വീക്ക്. ഇന്ന് നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും ുമെല്ലാം മേടിക്കുന്ന അതേ സാലറി റേഞ്ചിൽ ഏതൊരു പ്ലെയറിൻ്റെയും കണ്ണു മഞ്ഞളിച്ചു പോകുന്ന നിമിഷം. ആ നെഗോസിയേഷൻ നടക്കുന്ന സമയങ്ങളിൽ കളികൾക്കിടയിൽ ആരാധകർ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു, ഡോണ്ട് സെൽ യുവർ സെൽഫ് കക്ക, ഡോണ്ട് സെൽ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ വിൽക്കരുത്. അങ്ങനെ ഏജന്റിന്റെ ഫൈനൽ കോൾ കക്കയുടെ മൊബൈലിലേക്ക് വരികയാണ്. ഇനി നീ മാത്രമേ സൈൻ ചെയ്യാനുള്ളൂ കക്ക. പിന്നീട് അതിനെക്കുറിച്ച് കക്ക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, കുറച്ചു നേരത്തേക്ക് ഞാൻ ഒന്നും മിണ്ടാനാകാതെ വെളിയിലേക്ക് നോക്കി നിന്നു. അതേസമയം എൻ്റെ വിൻഡോയ്ക്ക് പുറത്ത് 100 കണക്കിന് മിലാൻ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. അവർക്കറിയാമായിരുന്നു ഇത് അവസാന വിധിന്യായത്തിനുള്ള സമയമാണെന്ന്. ഇത് അവർക്കും എനിക്കും വലിയൊരു തീരുമാനമാണെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മിലാൻ്റെ ആരാധകർ തന്നെ ജീവനേക്കാളും സ്നേഹിക്കുന്നുവെന്നും തിരിച്ചും ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്നും മനസ്സിലാക്കിയ കക്ക ആ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് വരുന്നില്ല. പണത്തിനുമേൽ പരുന്തും പറക്കില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്നാൽ പണത്തിനുമേൽ കക്ക പറക്കുമെന്ന് തെളിയിച്ചു തന്ന നിമിഷമായിരുന്നു അത്. പിന്നീട് ഈ തീരുമാനം തെറ്റാണെന്ന് കാലം തെളിയിച്ചു. തൻ്റെ സ്വപ്ന ടീമായ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ അദ്ദേഹം മാനേജറായിരുന്ന മൊറീഞ്ഞോയ്ക്കും പരിക്കിനുമിടയിൽപ്പെട്ട് കാൽപന്ത് ലോകത്തിൽ നിന്നും മായാനായിരുന്നു വിധി. ഒരു പക്ഷേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതാണ്, മാർക്ക് ഹ്യൂഗ്സ് എന്ന പരിശീലകൻ്റെ കീഴിൽ കക്ക മാഞ്ചസ്റ്റർ സിറ്റിയിൽ ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കഥ മറ്റൊന്നായി മാറിയേനെ. ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുമൊപ്പം നമ്മൾ കക്ക എന്ന പേരുകൂടി ചേർത്ത് വായിക്കുമായിരുന്നു ഇപ്പോൾ. എൻ്റെ കയ്യിൽ ആദ്യകാലങ്ങളിൽ കിട്ടിയ ജേഴ്സികളിൽ ഏറ്റവും പ്രിയപ്പെട്ട ജേഴ്സി കക്കയുടെ AC മിലാൻ ജേഴ്സി ആയിരുന്നു. ആ ജേഴ്സി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഫാൻസ് ഇപ്പോഴും പറയും, ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഒരിക്കലും മറക്കാനാവാത്ത ഫുട്ബോൾ ഓർമ്മകൾ നൽകിയതിന്. മിസ് യു കക്ക.